ഈ മുഷിഞ്ഞ തുണി പലപ്പോഴും ശ്രദ്ധയിൽപ്പെടാതെ പോകുന്നൊരു കാര്യമാണ്. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു വീട്ടിൽ പൂജയ്ക്ക് ചെന്നു. അപ്പോൾ അവർ പൂജാമുറിയെല്ലാം കാണിച്ച് വളരെ സന്തോഷമായിട്ട് എന്നെ കാണിച്ചത്, തിരുമേനി ഇതൊക്കെ ഉണ്ട്, ഇന്ന കാര്യങ്ങളുണ്ട്, എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചു. എനിക്ക് സന്തോഷമായി. ഒന്ന് പുറമേ നിന്ന് നോക്കിയപ്പോൾ വളരെ മനോഹരമായിട്ടിട്ടേക്കണം. ഞാനൊന്ന് അകത്തേക്ക് കയറി നോക്കിയപ്പോൾ ഒരു സൈഡിൽ ഒരു തുണിയുണ്ട്, കറുത്ത് എണ്ണയൊക്കെ ഇങ്ങനെ പിടിച്ച് ഇരിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് ഞാനിങ്ങനെ തട്ടിയപ്പോൾ അതിൻ്റെ അടിയിൽ നിന്ന് 2-3 പാറ്റകളെടുത്ത് അടി കൊടുക്കുകയാണ്. ഈ എണ്ണ കുടിക്കാൻ വന്നിരുന്ന പാറ്റകൾ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതെന്താ? അത് തിരുമേനി, ഞാനെന്നും എണ്ണ തുടച്ച് മാറ്റുന്ന തുണിയാണ്. ഒന്ന് ഇപ്പുറത്തെ സൈഡ് വേറെ തുണിയുണ്ട്, അതെന്താ? ഞാൻ ഒന്ന് ഇവിടെ തുടച്ച് വൃത്തിയാക്കുന്നത്, ഇതിനകത്ത് ചൂലൊന്നും ഉപയോഗിക്കില്ല, അതൊന്ന് തുടയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന തുണിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് രണ്ടും എടുത്ത് അങ്ങ് മാറ്റിക്കോളൂ, ഇല്ലെങ്കിൽ ഇവിടെ ഈശ്വരാധീനം കെട്ടുപോകും. പലപ്പോഴും പറ്റിപ്പോകുന്നൊരു കാര്യമാണ്. ചിലർ നിലം തുടയ്ക്കാൻ, ചിലർ കൈ തുടയ്ക്കാൻ, ചിലർ എണ്ണ തുടയ്ക്കാനൊക്കെയുള്ള തുണികൾ ഇങ്ങനെ മുഷിഞ്ഞത് എടുത്ത് ഈ പൂജാമുറിയിൽ അവിടെ ഇവിടേക്കും അലക്ഷ്യമായിട്ട് ചുരുട്ടിയിട്ടേക്കും. അശുദ്ധ വസ്തുക്കളൊന്നും തന്നെ നമ്മൾ ഇങ്ങനെ ഉള്ള സ്ഥാനങ്ങളിൽ ഉപയോഗിക്കരുത്. നിങ്ങൾക്ക് തുടയ്ക്കാനൊക്കെ ഒരു തുണി ഉപയോഗിച്ചിട്ട് പൂജാമുറിയിൽ നിന്ന് പുറത്തുകൊണ്ട് സ്വസ്ഥമായിട്ട് വേറൊരു ഭാഗത്തേക്ക് ഇടാം, കഴുകിയിടാം. ഇതൊക്കെയല്ലേ ചെയ്യേണ്ടത്. അല്ലാതെ ഇങ്ങനെ പാറ്റയും പ്രാണികളും കയറാൻ തരത്തിന് അതിനെ ഒരു തരം അഴുക്ക് ഗന്ധമാണ്, അതിനെ അവിടെ ഇടുകയാണ് വേണ്ടത്. അത് മാറ്റുക. അങ്ങനെ ഉണ്ടെങ്കിൽ അതും വീട്ടിലെ ഈശ്വരാധീനത്തെ കെടുത്തുന്ന കാര്യമാണ്.